അങ്ങനെ അതിരടി കണ്ടു. വനിത വിനീത സ്ക്രീൻ 3-ൽ നിന്നാണ് കണ്ടത്. 4K ലേസർ പ്ലസ് ഡോൾബി അറ്റ്മോസ് ആണ് പ്രൊജക്ഷൻ ആൻഡ് സൗണ്ട്. അതിരടി ഡയറക്റ്റഡ് ബൈ അരുൺ അനിരുദ്ധൻ, റിട്ടൺ ബൈ അരുൺ അനിരുദ്ധൻ ആൻഡ് പോൾസൺ സ്കറിയ. ഒരു ഫൺ എൻ്റർടൈനർ ആയിട്ട് തോന്നി. ഡയറക്ഷൻ മികച്ചതായിട്ട് തോന്നി. റൈറ്റിംഗ് പാർട്ട് വാസ് എബവ് ആവറേജ്. ഒരു തുടക്കം മൂവി ക്ലച്ച് പിടിക്കാൻ കുറച്ച് സമയം എടുത്തെങ്കിലും ടുവേർഡ്സ് ക്ലൈമാക്സ് ഒരു ചെറിയ ടെൻഷൻ ബിൽഡപ്പ് ഒക്കെ ചെയ്യുന്നതിലൊക്കെ റൈറ്റിംഗ് വിജയിച്ചു. ഒരു സുഖമുള്ള ടെൻഷൻ അല്ലേ. ഒരു കോളേജ് ബാക്ക്ഗ്രൗണ്ടിൽ കഥ പറയുന്ന ഒരു മെയിൽ ഈഗോ റെഫറൻസ് ഒക്കെ ഉള്ളൊരു പടം. സെക്കൻഡ് ഹാഫിൽ ഒരുപാട് ഹാപ്പനിങ്സ് ഉണ്ട്. അത് പടപടപടപടയെന്ന് സ്പീഡിൽ പോവുകയാണ്. മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ ചെയ്ത് വിഷ്ണു വിജയാണ് ഈ പടത്തിന് എപ്പോഴും ഓണാക്കി നിർത്തുന്നതിൽ അത് നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. ടുവേർഡ്സ് ക്ലൈമാക്സ് ഒക്കെ സിനിമറ്റോഗ്രഫിയും എഡിറ്റിങ്ങും ഒക്കെ എൻ്റെ അഴിഞ്ഞാട്ടമാണ്. ഒരുപാട് ക്രൗഡുള്ള സീൻസൊക്കെ അതിമനോഹരമായിട്ട് തന്നെ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഒരു ഫെസ്റ്റിവൽ മൂഡൊക്കെ പിടിച്ചിട്ട് എങ്ങനെയാണോ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. താങ്ക്സ് ടു സാമുൽ ഹെൻറി. ഈ സിനിമയുടെ സിനിമാറ്റോഗ്രഫി ഹാൻഡിൽ ചെയ്തത് അദ്ദേഹമാണ്. പിന്നെ എഡിറ്റർ ചെമൻ ചാക്കോയുടെ ഫാസ്റ്റ് കട്ട്സ് ഉണ്ട്. പടപടപടേന്നാണ് കട്ട്സ്. അതൊക്കെ വളരെ നന്നായിട്ട് തന്നെ സെക്കൻഡ് ഹാഫ് കൊണ്ടുപോയിട്ടുണ്ട്. ചില സീൻസൊക്കെ സെക്കൻഡ് ഹാഫിൽ ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നി. ഇനി കമ്മിങ് ടു പെർഫോമൻസ്, ബേസിൽ ആ സാം കുട്ടി തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഇളകി മറിഞ്ഞ് അഭിനയിച്ചിട്ടുണ്ട്. ടൊവിനോയ്ക്ക് സത്യം പറഞ്ഞ ഒരു കിഡിലും റോളാണ് കിട്ടിയത്. ശ്രീകുട്ടൻ വെള്ളായിനി നല്ല രീതിയിൽ തന്നെ ടൊവിനോ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ടൊവിനോ ഒരു ട്രിവാൻഡ്രം സ്ലാങ് പിടിച്ച് ചെയ്തിട്ടുണ്ട്. ലുക്സൊക്കെ നല്ല പൊളിയാണ്. ടൊവിനോ ഇനി ഈ ഒരു ഷെയ്ഡിൽ അധികം ആരും യൂസ് ചെയ്ത് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇനി വിനീത് ആൻഡ് ഷാൻ റഹ്മാൻ ഒറ്റ വാക്ക് തകർത്തു. ഇനി വിഷ്ണു അഗസ്ത്യ ഇമോഷണൽ സീൻസൊക്കെ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. ദർശന, സെറിൻ, മഹേഷ് കുഞ്ഞുമോൻ ഉണ്ട്, റിയ ഷിബു ഉണ്ട്, ഷെൽവിൻ ജെയിംസ് ഉണ്ട്. ഇവരൊക്കെ അവരുടെ പാർട്ട് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നിതിൻ പരമേശ്വരൻ ഉണ്ട്, മുനീറെ കണ്ണുചുമ്മ, പിന്നെ ഷെർഷാ ഷെരീഫ് ആൽഫ മെയിൽ ക്യാരക്ടർ. പുള്ളി ഇത് നന്നായിട്ട് തന്നെ പുള്ളിക്ക് ഈ റോള് നന്നായിട്ട് ചേരുന്നുണ്ട്. നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ക്യാമിയോ റോളുണ്ട്. തിയേറ്റർ ലിറ്ററലി ഇളകി മറിഞ്ഞു. ആരാന്ന് പറയുന്നില്ല, ചിലപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അറിയായിരിക്കും. മൊത്തത്തിൽ നോക്കിയാൽ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫൺ എൻ്റർടൈനർ ആയിട്ട് തോന്നി. സെക്കൻഡ് ഹാഫ് അത്യാവശ്യം തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഫിലിമാണ്. അതുകൊണ്ട് തന്നെ ഇത് OTT വരുമ്പോൾ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. കാശൊക്കെ എറിഞ്ഞ് നന്നായിട്ട് തന്നെ ഫ്രെയിമിൽ കാണാം. അത്ര നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അമിത പ്രതീക്ഷയൊന്നും വേണ്ട. പോരായ്മകൾ അത്യാവശ്യം ഉണ്ട്. എന്നാലും ഒരു അത്യാവശ്യം നല്ലൊരു വാച്ച് ആയിരിക്കും. സോ ഒരു കിടിലൻ തിയേറ്റർ നോക്കി നേരെ വിട്ടോ. ബൈ. അപ്പം ശരി.